എന്തോ കളമശ്ശേരി വരെ പോവാന്ന് പറഞ്ഞപ്പോഴാണ് മൊത്തം നമ്മുടെ കൊച്ചി മൊത്തം മുങ്ങിപ്പോയി മക്കളെ. കുറച്ച് ഒരാഴ്ചയിലത്തെ മഴയിൽ മൊത്തം മുങ്ങിപ്പോയിരിക്കുക. എന്താ പറയാ, എടപ്പള്ളി ഭാഗത്തൊന്നും ആരും പോവണ്ട. എല്ലാ ഭാഗത്തും മൊത്തം വെള്ളം ഇങ്ങനെ മറ്റേ എനിക്ക് തോന്നുന്നു പണ്ട് ഫ്ലഡ് വന്നപ്പോ പോലും അതിന്റെ ഡബിൾ ആയ പോലെയുണ്ട്. മൊത്തം മുങ്ങിയിരിക്കുക എടപ്പള്ളി. മറ്റേ പിട്ടാപ്പള്ളിയുടെ ആ ഒരു ഇതൊക്കെ ഫുൾ കടയ്ക്കകത്തേക്ക് ഫുൾ വെള്ളം കയറി ഭയങ്കര മോശമായിട്ടുണ്ട്. ആകെ സേഫ് ആയിട്ടുള്ളത് ഞങ്ങളുടെ ഏരിയയാണ്, കാക്കനാടും പിന്നെ കളമശ്ശേരി. ഈ ഭാഗം ഒന്നും കുഴപ്പമില്ല. ഭയങ്കര കഷ്ടം തോന്നുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫുള്ളും സാധനങ്ങളെല്ലാം എന്തോരം നഷ്ടം വന്നിട്ടുണ്ടാവും അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഇത് കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ വെയിലും അല്ലേ, വെയിൽ തന്നെ നല്ലത് അല്ലേ. അയ്യോ സത്യം, വെയിലത്ത് ഇത്തിരി കരിഞ്ഞുണങ്ങിയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വെയിലാ നല്ലതെന്ന് തോന്നുന്നുണ്ടാകും. അത് തന്നെ കണ്ടില്ലേ, ചൂട് സഹിച്ചാലും കുഴപ്പമില്ല. എന്റെയും അഭിപ്രായം അതാണ്. കാരണം ചൂട് സഹിച്ചാലും കുഴപ്പമില്ല. കാരണം ഭയങ്കര പുള്ളിയൊക്കെ പെട്ടിട്ട് ഇപ്പൊ കൊറേ സമയം കഴിഞ്ഞ് എത്തിയതാ. കണ്ടോ, വല്ലാത്ത അവസ്ഥ. ഞാൻ നമ്മുടെ സ്മിതയ്ക്ക് നാളെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വെസ്റ്റ് സൈഡിലേക്ക് പോവാം. അപ്പം കളമശ്ശേരിയിൽ പുതിയൊരു വെസ്റ്റ് സൈഡ് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൾക്ക് ഇന്നലെ പറ്റിയില്ല വിളിക്കാൻ. ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത കാരണം ഇന്ന് ഫുൾ മഴയായിരുന്നു. ഞാനാണെങ്കിൽ കുറെ ദിവസമായിട്ട് അവളുടെ കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോ വലിയ ഇതിൽ കുറെ വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഞങ്ങളിങ്ങനെ ഇറങ്ങി. പക്ഷെ വലിയ കാര്യത്തില് സെൽഫി സ്റ്റിക്കും കയ്യിലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. ഒരു രക്ഷയില്ല. ഇങ്ങനെ മഴ പെയ്യുമ്പോ എവിടെ പോയിട്ട് ഫോട്ടോ വീഡിയോസ് എടുക്കാനാന്നേ, എന്ത് ചെയ്യാൻ പറ്റും, ഒരു രക്ഷയില്ല. വല്ലാത്ത അവസ്ഥയായി പോയി ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. എത്ര ആൾക്കാരുടെ വീടും ഇതൊക്കെയാണ് പോയിരിക്കുന്നത് ഈ ഒരു മഴ വന്നപ്പോഴത്തേക്കും. ഭയങ്കര ഒരു അവസ്ഥയാണ്. ഒരു കണക്കിന് വെയിൽ തന്നെയാണ് നല്ലത്. പിന്നെ വെള്ളം കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം കുറച്ച് മഴ വന്ന് പോയിട്ട് വീണ്ടും പഴയ പോലെ വെയിൽ വന്നാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം പുറത്തിറങ്ങാൻ പറ്റും വെയിലത്താണെങ്കിലും. ഇതെന്താ ഇവരിങ്ങനെ പോകുന്നു? രണ്ടുപേരും വർത്താനം പറഞ്ഞ് ടൂ വീലർ വേറെ വണ്ടിക്കൊന്നും പോകണ്ട. അവര് സുഖമായി വർത്താനൊക്കെ പറഞ്ഞ് പോവാ മഴയത്ത്. ഇവിടെ കുറച്ച് മഴ കുറഞ്ഞുണ്ട്. ഇനിയിപ്പോ കുറച്ച് സെറ്റാവും തോന്നുന്നുണ്ട്. ഒന്നാമത് ഇവിടെ ഈ കാന ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും വെള്ളക്കെട്ട് വരുന്നത്. കാനയൊക്കെ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്രയും വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നം വരില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളപ്പോ ഒന്ന് പോയി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. ലവ് യു. ബൈ.